കേരളത്തിൽ ഇനി നല്ല സ്കോപ്പുള്ള ഒരു ബിസിനസ് നുണ പരിശോധനാ യന്ത്ര നിർമ്മാണമാണ്. ദിവസവും ഇത്രയധികം വെളിപ്പെടുത്തലുകൾക്കുള്ള മറുപടികളും വേറെ ഒരു നാട്ടിലും ഉണ്ടാകില്ല. സത്യമാണ് പറയുന്നത് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് എല്ലാ വെളിപ്പെടുത്തലുകളും വരുന്നത്. നുണ പരിശോധനയ്ക്ക് തയ്യാർ എന്നൊരു വെല്ലുവിളിയും ഉണ്ടാകും. ഈ യന്ത്രത്തിൻ്റെ പേര് സത്യപരിശോധനാ യന്ത്രം എന്നാക്കാത്തത് ഏതായാലും അറിഞ്ഞു തന്നെയാണ്. കൂടുതലും നുണ പറയുന്നവരുള്ള നാട്ടിൽ സത്യം പരിശോധിക്കാൻ യന്ത്രമുണ്ടായിട്ട് എന്ത് കാര്യം? തിരുവാതിരയുടെ നുണകൾ ആരംഭിക്കുന്നു. സ്വാഗതം. മേക്ക് ഇൻ ഇന്ത്യ എന്ന നരേന്ദ്രമോദിയുടെ സ്വപ്ന പരിപാടി ഫലം കാണുന്നുണ്ട്. ലോകം മുഴുവൻ കൊണ്ടു നടന്ന് വിൽക്കാനുള്ള ഒരു ഉൽപ്പന്നം മോദിയുടെ അടുപ്പക്കാരൻ ബാബ രാംദേവ് പുറത്തിറക്കി. ആൺകുട്ടികൾ ഉണ്ടാകാൻ പറ്റിയ മരുന്നാണ് സാധനം. നാട്ടിൽ ആണുങ്ങളാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്ന ടൈപ്പ് സാധനങ്ങളാണ് മരുന്ന് കഴിച്ചുണ്ടാകുന്നതെങ്കിൽ സൂക്ഷിക്കണം. ഏതായാലും നോബൽ സമ്മാനത്തിന് വരെ പരിഗണിക്കാവുന്ന കണ്ടുപിടുത്തം നടത്തിയ ആളെ ബഹുമാനിക്കാൻ ഇതാണ് അവസരം. അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തില് എത്ര പേർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായെന്നറിയോ? बाबा लोगों को ये बताता है कि भाई योग करो, निरोग रहो, संतान नहीं पैदा हो रही है तो कपालभाति करो, यूट्रस ठीक हो जाएगा, ओवरी ठीक हो जाएगी, प्रोस्टेट ठीक हो जाएगा. ഭയപ്പെടണ്ട, ഈ സന്താനവല്ലി പൂക്കും കായ്ക്കും. 10 നാൾ ശുദ്ധിയോടെ വ്രതം, 11ാം നാൾ പൗർണമി. അന്ന് പ്രഭാതത്തിൽ ഈ ആശ്രമത്തിൽ ഒരു നീണ്ട പുത്രകാമേഷ്ടിയാഗം നടക്കും. പ്രാർത്ഥനയോടെ പങ്കെടുത്താൽ, നിന്നിൽ നാം സംപ്രീതനായാൽ 24 മണിക്കൂറിനുള്ളിൽ 10 മാസത്തിനുള്ളിൽ നീ ഒരമ്മയാകും. ഇക്കണ്ട ആളുകൾ അത്രയും പൊട്ടന്മാരൊന്നുമല്ല. വെളുക്കുമ്പോ തൊട്ട് പാതിരാത്രി വരെയും സ്വാമിയുടെ ദർശനത്തിനും അനുഗ്രഹത്തിനും വേണ്ടി ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്ക. മന്ത്രിമാര്, MLA-മാര്, അതും അന്യമതത്തിൽപ്പെട്ടവര് വരെ. നമ്മൾ വന്ദിക്കണ്ട, പക്ഷെ നിന്ദിക്കണോ? भारत से दूर रह करके भारतीय संस्कृति, भारतीय सभ्यता, भारतीय खान पान, भारतीय वेशभूषा, भारतीय जान, भारतीय संस्कृति और भारतीय परंपराओं को यहाँ जापानीज लोगों को अवगत कराने के लिए एक पुण्य प्रयास किया. എന്താ ആ മുഖത്തെ ഒരു തേജസ്! സംസ്കൃത ശ്ലോകങ്ങളോ ഒക്കെ ഇങ്ങനെ ഒഴുകി ഒഴുകി വരിക. ശരിയാ, എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ ഇത്രയും ആളുകൾ വരുമോ? അതെ, എനിക്കൊന്ന് പോണമെന്നുണ്ട്. आज IT की बात आती है, साइंस और टेक्नोलॉजी की बात आती है, मैथमेटिक्स की बात आती है, बायोकेमिस्ट्री की बात आती है, तो पूरी दुनिया एक होती है. लेकिन यदि धर्म, संस्कृति और सभ्यता की बात आती है, अध्यात्म की बात आती है, तो पूरी दुनिया बट क्यों जाती है? നിങ്ങളുടെ സങ്കടങ്ങൾ തീർക്കാനാണ് നാം ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് സങ്കടങ്ങളില്ല. എല്ലാം ഇന്നു മുതൽ നമ്മുടെ സങ്കടങ്ങളായിരിക്കും. പക്ഷേ ജീവിതത്തിലെ ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. तो उस विभाजन को रोकने में भाई विभाव जी का जो प्रयास है, मैं समझता हूँ कामयाब होगा. മച്ചിത്ത മൽഗത പ്രാണ എന്ന് വെച്ചാൽ പശുവിൻ്റെ പാൽ നമ്മൾ കുടിക്കുന്നു, പക്ഷേ നമ്മുടെ പാൽ പശു കുടിക്കുന്നില്ല. കര എന്നച്ഛമാം നിത്യം ബദ. മരം വെട്ടുകാരൻ മരം വെട്ടുന്നു, പക്ഷേ മരം അയാളെ വെട്ടുന്നില്ല. സ്വച്ഛന്ദിത രമന്തിച്ച നഹതം. സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും, പക്ഷെ ലൈറ്റ് ഇട്ടാൽ സ്വിച്ച് കത്തില്ല. ഈ തത്വങ്ങളെല്ലാം മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ദുഃഖമുണ്ടാവില്ല. ഓം ശാന്തി ശാന്തി ശാന്തി. ആൺകുട്ടികൾ എന്തോ വിശേഷ സംഗതിയാണ് എന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് ആൺകുട്ടികൾ ഉണ്ടാകാനുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ ആളുണ്ടാകുന്നതും അത് ഉപയോഗിക്കാൻ ആവശ്യക്കാരുണ്ടാകുന്നതും. പ്രധാനമായും ആൺലോകമായ രാഷ്ട്രീയത്തിൽ ശരിക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഈ മരുന്നിന് പിന്നാലെ പോകില്ല. നാട്ടിലെ ചില പ്രധാന ആൺകുട്ടികളെപ്പറ്റി അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ടു നോക്കാം. പലരും ഞാൻ വളരെ നീറ്റാണ്, അഴിമതിയെ തൊട്ട് നോക്കത്തില്ല എന്ന് പറയുമ്പോഴും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ ഞാൻ അഴിമതി കാണിക്കുന്നവൻ തന്നെയായിട്ട് മാറുകയും ചെയ്യുന്നു. കാരണം എനിക്ക് വളരെ ലാഘവമായിട്ട് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ആൾക്കാരെ കുറേ നാളൊക്കെ വഞ്ചിക്കാനായിട്ട് സാധിക്കും. അതായത് ഞാൻ വളരെ സത്യസന്ധനായ വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ എൻ്റെ മൂടുപടം അല്ലെങ്കിൽ ഞാൻ ധരിക്കുന്ന ആ ഒരു മാസ്ക്, മുഖപടം ഒന്ന് എടുത്തു മാറ്റി കഴിഞ്ഞാൽ ഞാൻ കാണിക്കുന്ന ഒത്തിരി അഴിമതി കണ്ടേക്കാം. ഞാൻ കവടാന്നൊന്നും വിചാരിക്കരുത്. ഞാൻ ബോൾഡസ്റ്റ് പേഴ്സൺ, കവടൊന്നുമല്ല. എനിക്ക് വലിയൊരു മനപ്രയാസമോ ഒരു പ്രയാസങ്ങളോ ഒന്നും എനിക്കില്ല.
ചിലർ പറയാറുണ്ട് ഞാൻ ഇത്രയും നാൾ പ്രതിച്ഛായയൊക്കെ നടത്തി, പിന്നെ ഒരു ഘട്ടം വന്നപ്പോൾ എനിക്ക് നിർവാഹമില്ലാതെ വന്നു, അതുകൊണ്ട് ഞാൻ അതിലേക്ക് വീണുപോയി. കാരണം ഈ പൈസ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ആകർഷണ വലയം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ചിലപ്പോൾ ഒരിക്കലും കണ്ടഞ്ചിക്കാത്ത വ്യക്തികൾക്ക് വരെ ചില സമയങ്ങളിൽ അറിയാതെ വീണു പോകുന്ന ആ ഒരു ബലഹീനത ഉണ്ടാകാറുണ്ട് ഈ പൈസയുടെ മുൻപിൽ. നിയോജകമണ്ഡലത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടെ എല്ലാം ഓടിയെത്തുന്ന ഒരാളാണ് ഞാൻ രാപകല് ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ ഒരു റെപ്യൂട്ടേഷൻ. ഈ അഴിമതിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു ബലാത്സംഗ കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ നാണക്കേടാണ്, അല്ലെങ്കിൽ ഒരു കൊലപാതക കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് നാണക്കേടാണ്. നേരെ മറിച്ച് ഞാൻ അഴിമതി നടത്തി 5-6 കോടി അതിൽ നിന്നുണ്ടാക്കി, അത് പറഞ്ഞു കഴിയുമ്പോഴേക്കോ അത് വലിയ ഒരു തെറ്റാണോ? പലപ്പോഴും അഴിമതിയിലേക്ക് നയിക്കുക പൊളിറ്റിക്കൽ പാർട്ടീസിനെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ആ ഒരു പ്രതിഭാസം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിയുണ്ട്. ആ കമ്പനി പറയുക ഞങ്ങൾ കഴിഞ്ഞ തവണ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഇത്ര തന്നതാണ്, അതുകൊണ്ട് ഇനി ഞങ്ങളെ സഹായിക്കുന്ന ഒരു തീരുമാനം ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വേണം. ആ അധികാരത്തിലിരിക്കുന്നവർ ഒരുപക്ഷെ അതിന് അനുകൂലമായി തീരുമാനമെടുക്കുന്നു. അത് പലപ്പോഴും അഴിമതിയിലേക്ക് നയിക്കുന്നു. അതിനൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതുണ്ട്. ആൺകുട്ടികളുടെ രാഷ്ട്രീയം കലങ്ങിമറിഞ്ഞ് സർക്കാർ ഇന്നോ നാളെയോ എന്ന നിലയിൽ ആയിട്ടുണ്ട്. ഈ സമയത്താണ് ചെന്നിത്തലക്കാരൻ ഒരു ആൺകുട്ടിക്ക് ഒരു വെളിപാടുണ്ടാകുന്നത്. 4 കൊല്ലത്തെ പ്രവർത്തനത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നും അത് തിരുത്തിയാലേ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാനാകൂ എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. രമേശ് ചെന്നിത്തല തിരുത്തൽ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് വല്ലാത്തൊരു ചന്തം വരും. മുഖ്യമന്ത്രി എന്ന പദവിക്ക് നേരെ ഉമ്മൻചാണ്ടി എന്ന പേര് തിരുത്തി രമേശ് ചെന്നിത്തല എന്ന പേര് എഴുതണം എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ഭരണരംഗത്തുണ്ടാകുന്ന ചെറുതും വലുതുമായ വീഴ്ചകൾ എന്താണ് എന്ന് സ്വയം കണ്ടെത്തി അതിന് പരിഹാരം കണ്ട് UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞു വിളി കേട്ട് ഇവന് വഴികാട്ട്. ചില കറക്റ്റീവ് സ്റ്റെപ്സ് നമ്മൾ എടുക്കണം. ആ സ്റ്റെപ്പുകൾ എടുക്കാൻ കൂട്ടായ ആലോചന ഉണ്ടാകും. സ്വയം വിമർശനാത്മകമായി കാര്യങ്ങളെ കണ്ടെത്തി തിരുത്തുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അകലെയാണ് ഇവനുടെ കഥയിലെ നാട്, അവിടെയാണ് ഇവനു വിരരുളിയ വീട്. ഈരടിയായി പാടാം നായകന്റെ ചിരപരിചിതരുടെ മൊഴി. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞു വിളി കേട്ട് ഇവനു വഴികാട്ട്. ഒരു ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഞങ്ങളെല്ലാം ശരിയാണ്, ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോകുന്നതിനോട് എനിക്ക് യോജിപ്പുള്ള ഒരാളല്ല. നമ്മൾ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കുന്നവരാണ് രാഷ്ട്രീയ പ്രവർത്തകന്മാർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോരായ്മ ഉണ്ടായിട്ടുണ്ട് ചില കാര്യങ്ങളിൽ. ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തിക പ്രതിസന്ധി മൂലം പെൻഷനുകൾ കൊടുക്കാൻ താമസിക്കുന്നുണ്ട്. വിലക്കയറ്റത്തെ നിയന്ത്രിക്കാനുള്ള ഏജൻസികളുടെ പ്രവർത്തനം ഫലപ്രദമാക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇവനില്ലേ അവകാശം കനവിന് വളമിടുവാൻ, അതിലെന്താണ് അപരാധം ഇതുപടി വഴി പറയാൻ. അനുദിനമലയും പല പല വഴിയേ നിലവിനു പിറകെ ആരെടുക്കും ഇനി ഇതിനൊരു നടപടി. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞു വിളി കേട്ട് ഇവന് വഴികാട്ട്. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞു വിളി കേട്ട് ഇവന് വഴികാട്ട്. UDFന് തന്നെ അത്തരം ഒരു തിരുത്തൽ ആവശ്യമാണ് എന്ന ബോധ്യമുണ്ടായതുകൊണ്ടാണല്ലോ കൂടിയത്. ഇനിയുള്ള ഒരു വർഷക്കാലം 24/7 പരിശ്രമിച്ചാൽ തീർച്ചയായും UDFന് തന്നെ തിരിച്ചു വരാൻ കഴിയും. ഉടയോനും വശിയില്ലേ ഇവനൊരു വിധി എഴുതാൻ, കടലാസും തികയില്ലേ തവഹിതമെഴുതി വിടാൻ. ഇനിയൊരു ദിവസം തലവര തെളിയേ കഥ വഴിതിരിയാ അന്നു ചൊല്ലും ഇവൻ ഇതിനൊരു മറുപടി. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞു വിളി കേട്ട് ഇവന് വഴികാട്ട്. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞു വിളി കേട്ട് ഇവന് വഴികാട്ട്. ഒരു ഭരണത്തിൽ 5 വർഷക്കാലം ഒരു ഗവൺമെൻറ് ഇരിക്കുമ്പോൾ സ്വാഭാവികമായി ലാപ്സസ് ഉണ്ടാകും, സ്വാഭാവികമായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടാകും. അതൊരു സ്വയം വിമർശനത്തിലൂടെ തെറ്റുകൾ തിരുത്തി
കൂടുതൽ ജനസമ്മതി ആർജിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പഴയ കേരളവും പഴയ കോൺഗ്രസുമായിരുന്നെങ്കിൽ ഈ 4 കൊല്ലത്തിനകം എന്തെല്ലാം സംഭവിച്ചേനെ. ഉമ്മൻചാണ്ടി ഇങ്ങനെ മുഖ്യമന്ത്രിയായി ഇരിക്കുന്നത് തന്നെ കോൺഗ്രസിൽ ആൺകുട്ടികളില്ലാതെ പോയതുകൊണ്ടാണെന്നാണ് പഴയ തലമുറയിലെ കോൺഗ്രസുകാർ പറയുന്നത്. സ്വന്തം ശക്തി അറിയുന്നതിനേക്കാൾ കൂടുതൽ ഉമ്മൻചാണ്ടിക്ക് എതിരാളികളുടെ ദൗർബല്യങ്ങളാണ് അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ തിരുത്തൽ വാദക്കാർക്ക് വലിയ ഭാവിയില്ല. പറയാനുള്ളത് ഉറക്കെ പറയാൻ പോലും ധൈര്യമില്ലാതെ പിന്നെ എന്ത് തിരുത്തൽ, അതും ഉമ്മൻചാണ്ടിയുടെ അടുത്ത്. വരാൻ പോകുന്ന അരുവിക്കര നിയമസഭ, പഞ്ചായത്ത് ഇലക്ഷൻ, ഇതിനെല്ലാം ജയിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പറയുന്നവരെ ആരെയെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുമോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ജനാധിപത്യത്തിൽ അതൊന്നും തെറ്റെന്ന് പറയും. ഇത് ഇന്ത്യയാണ്. ഇവിടെ ആർക്കും എന്തും പറയാവുന്ന ഇതാണ്. അത് നമുക്ക് തടയാൻ പറ്റുമോ? ഞാൻ ഇതുവരെ പറഞ്ഞായിട്ട് ഒന്ന് കാണിച്ചു തരാം. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഈ 4 കൊല്ലത്തിനുള്ളിൽ എപ്പോഴെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റം തോന്നിയിട്ടുണ്ടോ? അത് നമുക്ക് ഡിബേറ്റ് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് വെച്ച് വേണ്ട, നമുക്ക് ഡിബേറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. അല്ലല്ല, അങ്ങനല്ല. അത് നമ്മളെ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അതൊക്കെ നിങ്ങൾ ആണല്ലോ അതിൻ്റെ വ്യക്താക്കൾ. ഐ അപ്രീഷിയേറ്റ് യുവർ കൺസേൺ. I know that you have a lot of love and affection towards me. I will keep it in my mind. Thank you. ശരി, ഇതെങ്ങനെ നിർത്തിക്കൊണ്ട് പോകണമല്ലോ. വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. ഇപ്പൊ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണല്ലോ ഉള്ളത്. ഇപ്പൊ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണല്ലോ ഉള്ളത്. വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ. ഇപ്പോൾ നേതൃമാറ്റം എന്നുള്ളത് ഒരാരുടെയും മുമ്പിലുള്ള ഒരു അജണ്ടയല്ല. ഇപ്പോൾ അങ്ങനെ ആരും ആലോചിച്ചിട്ടില്ല. വെറുതെ മോഹിക്കുവാൻ മോഹം. UDF സർക്കാരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സ്വന്തം പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. എന്തുമാത്രം സാഹസികമായാണ് ഈ വണ്ടി തള്ളി ഉന്തിക്കൊണ്ടു പോകുന്നതെന്ന് അദ്ദേഹം ഒരക്ഷരം പോലും മിണ്ടാതെ കാട്ടിത്തന്നു. ധൈര്യമുള്ളവരാരുമില്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ ആളായി പിറന്നവരാരുമില്ലേ മക്കളെ? നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന ധീരനായ ആളുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അത്ഭുത മാന്ത്രിക പ്രകടനം നിങ്ങളിൽ ആർക്കും കടന്നു വരാം. കടന്നു വരൂ, കടന്നു വരൂ. ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ആണായി പിറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരൂ. ഇവിടെ കടന്നു വരാൻ ധീരന്മാരാരുമില്ലേ? ഇതാ കടന്നു വരുന്നു. ഞങ്ങളുടെ എളിയ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. എന്തിനാ എനിക്ക് ഇത്ര പ്രിയപ്പെട്ടവരെ, പരിപാടി ആരംഭിക്കുകയാണ്. കാണികൾ ഒന്നടങ്ങൊന്ന് കൈയടിക്കൂ. സാർ പേടിക്കണ്ട, ഇൻഷുറൻസ് കവറേജ് ഉള്ള ഐറ്റം അല്ലേ ഇത്? പ്രിയപ്പെട്ട കാണികളെ, നിങ്ങളെവരെയും അതിശയത്തിന്റെയും ഭയത്തിന്റെയും മുൾമുനയിൽ നിർത്തുന്ന നമ്പർ 1 ഐറ്റം. എല്ലാ കാണികളും ആവേശത്തോടെ കൈയടിച്ചു കൊടുക്കൂ. എന്റെ കഴുത്തിലോട്ട് ഭഗവതി എന്റെ കഷ്ടക്കാവ് മുത്തപ്പ കാത്തു, മണികണ്ഠ സ്വാമി കാത്തു. സന്തോഷമായിരുന്നു. UDF മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കാമെങ്കിൽ കുപ്പിച്ചില്ലുകൾക്ക് മുകളിലല്ല സൂചിക്കൂട്ടത്തിന് മുകളിലൂടെയും ആർക്കും സുഖമായി നടക്കാം. നടത്തം തുടരും ഇടവേള കഴിഞ്ഞ്. ബാറുകൾ പൂട്ടിയിട്ടും തുറന്നിരിക്കുന്നതാണ് ബാർ വിവാദം. മാണിക്ക് തൽക്കാലം വിശ്രമം കൊടുത്ത് ബിജു രമേശ് ഇപ്പോൾ ബാബുവിനെ പിടികൂടിയിരിക്കുകയാണ്. തുടങ്ങാല്ലേ? ഇപ്പൊ ബാബുവിന്റെ സാമ്പത്തികം, 2 മക്കളെ കല്യാണം പലരും കണ്ടിട്ടുണ്ടാവും. വളരെ വലിയ രീതിയിലാണ് നടത്തിയത്. നല്ല കാര്യം, നടത്തുന്നത് സന്തോഷമേ ഉള്ളൂ. ഇതിന്റെയൊക്കെ സ്രോതസ് എവിടെയാണ്? അല്ല, അന്വേഷിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്, എന്നെ ഇപ്പോഴും ഈ പോളിഗ്രാഫ് ടെസ്റ്റിനോ നാർക്കോ അനാലിസിസ് ടെസ്റ്റിനോ വിധേയനാക്കാൻ ഞാൻ തയ്യാറാണ്. അല്ല, ഞാൻ ഇത് കഴിയട്ടെ. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എവിടെ വെച്ച് കണ്ടാലും എന്നെ കണ്ട് 2 മിനിറ്റ് കുശലം പറഞ്ഞിട്ട് മാത്രം പോകുന്ന ആ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. എവിടെ വെച്ച് കണ്ടാലും സംസാരിക്കാറുണ്ടായിരുന്നു, കുശലം പറയാറുണ്ടായിരുന്നു. ഞാൻ ബിജു രമേശിന്റെ കിഴക്കേക്കോട്ടയിലുള്ള ഹോട്ടലിൽ, രാജധാനി എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഞാൻ അവിടെ ഒരു ചടങ്ങിന് പങ്കെടുത്തിട്ടുണ്ട്.
SNDPയുടെ ഒരു ചടങ്ങിന് പങ്കെടുത്തിട്ടുണ്ട്. പങ്കെടുത്തതിന് ശേഷമാണ് അദ്ദേഹം എൻ്റെ ഓഫീസിൽ കയറി വരികയും ഞാനും എൻ്റെ കസിനും ഇവിടെ ഉണ്ടായിരുന്നു. സൺഡേ ആയിരുന്നു. 3 മണി സമയത്ത് കയറി വന്നു. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. തൃപ്പൂണിത്തുറ നേരെ ഇവിടെ വരികയാണ്. ആ പറയും ഈ മുറിയിലിരുന്ന് തന്നെയാണ് ഭക്ഷണം കഴിച്ചത്. ഞാൻ ഒരാതിഥേയത്വം സ്വീകരിച്ചിട്ടില്ല ബിജു രമേശിൻ്റെ. ഇത്രയും ചീപ്പാക്കണ്ട. ഞാൻ ബിജു രമേശിൻ്റെ അവിടെ പോയി ഒരു കുന്തവും കഴിച്ചിട്ടില്ല. ചുമ്മാ വെറുതെ പറയണ്ട. വളരെ നമ്മൾ ഈ സ്ട്രീറ്റിലൊക്കെ സംസാരിക്കുന്ന തെറിവാളി സംസാരിക്കുന്ന രീതിയിലുള്ള വളരെയേറെ അസഭ്യം ഒരു മന്ത്രിയുടെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്തതാണ്. നീ എന്നെ എന്ത് ഡാഷ് ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് പറയുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യും നീ? നിന്റെ കൂടെ 20,000 ഹോട്ടലുകാരുണ്ടെന്നാണല്ലോ പറഞ്ഞ അവന്മാരൊക്കെ എവിടെ പോയി കിടക്കണം, വിളിച്ചോണ്ട് വാ, നീ എന്നെ എന്തോ കാണിക്കുമെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയോ ഒരു മന്ത്രി സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ വളരെ. ഞാനൊരു KSU പ്രവർത്തകനായിട്ട് പൊതുപ്രവർത്തനം ആരംഭിച്ച ആളാണ്. ഏതാണ്ട് 5 പതിറ്റാണ്ട് ആകാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഈ വാർത്തകൾ ഇപ്പോൾ ഒരു പത്രത്തിൽ ഒരു മാധ്യമം എൻ്റെ തലയ്ക്ക് മേൽ ബാർ ബോംബ് ഇങ്ങനെ പലതും പ്രസിദ്ധീകരിച്ചു. നിങ്ങൾക്ക് ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ സത്യം എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. KSUവിൽ നിന്ന് തുടങ്ങിയെങ്കിലും ആ KSU നിലവാരം ഇപ്പോഴും ബാബു കൈവിട്ടിട്ടില്ല. ബിജു ബാബു സംവാദത്തിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ അടുത്ത ദിവസങ്ങളുടെ പ്രവചനം കൃത്യമായി ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. മാണിയെപ്പോലെ താൻ നാറി നാശമാകാൻ കാത്തിരിക്കില്ല എന്നതാണ് ആദ്യ പ്രവചനം. എൻ്റെ പേരിൽ ഗൗരവമുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ സാങ്കേതികത്വം പറയില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിച്ചും പറയല്ലേ. അതിനെന്താ? എൻ്റെ പേരിൽ വിശ്വസിക്കത്തക്ക വിധത്തിൽ ബോധ്യമാകുന്ന വിധത്തിൽ ഒരു പ്രശ്നം ഉയർന്നു വന്നാൽ ഞാൻ ഒരു കാരണവശാലും സാങ്കേതികത്വം പറയില്ല. അതായത് ബാബുവിൻ്റെ രാജി ഉടൻ ഉണ്ടാകുമെന്ന്. മാണി സാറിനെ പോലെ നിയമത്തിൻ്റെ തലമുടി കീറിയും ലോ പോയിന്റ് പറഞ്ഞും കടിച്ചു തൂങ്ങില്ലെന്നാണ് ബാബുവിൻ്റെ നിലപാട്. ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, അറിവില്ലാത്തത് കൊണ്ടാണ്. ഇനി ബാബു എങ്ങാനും രാജിവെച്ചാൽ എന്ത് സംഭവിക്കും? ഞങ്ങളെല്ലാം കൂട്ടുത്തരവാദിത്തമുള്ളവരല്ലേ. എന്നെ ബാധിച്ചാലേ എല്ലാവരെയും ബാധിക്കുമല്ലോ. ഞാൻ മന്ത്രിസഭയിലെ ഒരു അംഗമല്ലേ. ഈ മന്ത്രിസഭയിലെ ബാബുവിനെ ബാധിച്ചാൽ ഈ മന്ത്രിസഭയിലെ മറ്റുള്ളവരെയും അത് ബാധിക്കില്ലേ? കാരണം മന്ത്രിസഭ കൂട്ടുത്തരവാദിത്തമുള്ളതല്ലേ. മന്ത്രിസഭ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നതല്ലേ. ബാബുവിനെ മാത്രമായിട്ട് ബലിയാടാക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അങ്ങനെ പറ്റില്ല. മനസ്സിലായില്ലേ? താൻ പോയാൽ സർക്കാരും പോകുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ മലയാളം. അങ്ങനെയെങ്കിൽ ബാബുവിലൂടെ ആയിരിക്കും കേരള രാഷ്ട്രീയം ഇനി മുന്നോട്ട് പോകുന്നത്. ബാബു രാജിവെച്ചാൽ മാണി രാജിവെക്കണം, മാണി രാജിവെച്ചാൽ ചാണ്ടി രാജിവെക്കണം. അങ്ങനെയായിരിക്കും കാര്യങ്ങളുടെ പോക്ക്. പ്രതിപക്ഷത്തിന് പക്ഷേ ഇത്ര സീരിയസ് ആയ കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല. CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഗവേഷണം ബാർ പൂട്ടിയ ശേഷമുള്ള മദ്യലോകത്തിലെ വിശേഷങ്ങളിലാണ്. ബാറുക ഇപ്പോൾ പുതിയൊരു മിശ്രിതം ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. അത് ഈ ബിയറും വൈനും സമാസമം ചേർത്ത് ഒന്ന് കുലുക്കുക. അപ്പോൾ ബ്രാൻഡിനേക്കാൾ വീര്യം, വിസ്കിനേക്കാൾ വീര്യമായി. ഇപ്പൊ കുടിയന്മാർ പറയുന്നു ഇനി ബ്രാൻഡിയും വേണ്ട വിസ്കിയും വേണ്ട. ഈ ബിയറും വൈനും ഒന്നിച്ച് ചേർക്കുക, ഒന്ന് ഇളക്കുക, കുടിക്കുക. അപ്പൊ കുടിക്കുന്നവന് സുഖം, ബാറുടമസ്ഥന്മാർക്കോ കോടികൾ കൊയ്തെടുക്കാം. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ ഗവൺമെന്റിന്. നിങ്ങൾ ആരും ബാറുടമസ്ഥന്മാർ മാണിക്കെതിരെ മൊഴി കൊടുക്കാൻ പാടില്ല. ഈ കണ്ടീഷന്റെ മേൽ എല്ലാ സ്ഥലത്തും ബീറും വൈനും കുലുക്കി മിശ്രിതമാക്കി വിൽപ്പന ആരംഭിച്ചിരിക്കുകയാണ് കേരളം മുഴുവൻ. നാട്ടിലെ മദ്യ വൈവിധ്യത്തെപ്പറ്റിയും പഠനവും പരിശോധനയും നടന്നിട്ടുണ്ട്. ഒരു മദ്യത്തിന്റെ പേരാണ് ആനമയക്കി. അതടിച്ചാൽ ആന മയങ്ങി കിടക്കുന്ന പോലെയാണ്. മറ്റ് ഒന്നവിടെ വെക്കുന്ന സാധനത്തിന്റെ പേര് മണവാട്ടി. അത് കുടിച്ചാൽ പിന്നെ മണവാട്ടി തന്നെ. വേറെ അവരെ വെക്കുന്ന ഒരു സാധനത്തിന്റെ പേര് ഞാൻ കേട്ടു, മൂലവെട്ടി. പ്ലാസ്റ്റിക് കവറിൽ വ്യാജച്ചാരായ അതിന്റെ മൂല വെട്ടുക, വായിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതാണ് മൂലവെട്ടി. മറ്റൊന്നവിടെ കേട്ടത് റബ്ബർ ട്യൂബ് ചാരായം. ഈ വിൽക്കുന്നവനെ മനസ്സിലാവില്ല, കുടിക്കുന്നവനെ മനസ്സിലാവില്ല. വിൽക്കുന്നവൻ ശരീരം മുഴുവൻ റബ്ബർ ട്യൂബ് ചുറ്റി വെച്ചിട്ടായിരിക്കും. നമ്മളെ പോലത്തെ നല്ല ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ആള് നടക്കുക. സാധനം വേണ്ടുന്നവന്റെ വായിലേക്ക് ഈ ട്യൂബ് അങ്ങോട്ട് വെച്ചു കൊടുക്കും. 100 മില്ലി വേണ്ടവന് ഒറ്റ കുത്ത്, 200 വേണ്ടവന് 2 കുത്ത്. കുടിക്കുന്നവന് സുഖം, വിൽക്കുന്നവന് സുഖം. ഇത് വിൽക്കുന്നത് എവിടെയാ? ഉമ്മൻചാണ്ടി ഭരിക്കുന്ന ഈ കേരളത്തിൽ. ഇനി ഈ ആഴ്ച കണ്ട ഒരു പോസിറ്റീവ് ദൃശ്യത്തിൽ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം. ഭരണപക്ഷവും പ്രതിപക്ഷവും മാധ്യമങ്ങളും എല്ലാം ഉപദേശിച്ചിട്ടും നന്നാകാത്ത ഒരാൾ
കുട്ടികളെ ഉപദേശിക്കുന്ന ദൃശ്യങ്ങളിലേക്ക്. ഒരു ശൈലി എന്ന് വെച്ചാൽ ആരെയും വെറുക്കത്തില്ല, ആർക്കും എതിരായിട്ട് നിൽക്കുന്ന ഒരു സമീപനമില്ല. ഒരാളോട് നോ പറയുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രയാസമേറിയ സംഗതി. അത് തന്നെ എനിക്ക് ഗുണവുമാണ് ദോഷവുമാണ്. പക്ഷെ ഞാൻ നിങ്ങളുടെ പ്രായം തൊട്ട് ഞാൻ പൊതു പ്രവർത്തന രംഗത്ത് ഇങ്ങനെ പൊതുവായ കാര്യങ്ങളിൽ ഞാൻ പ്രവർത്തിച്ച ഒരാളാണ്. ഞാൻ അപ്പർ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന പുതുപ്പള്ളിയിലെ ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഏറ്റവും അധികം മാതൃകയാക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയാണ്. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ വായിച്ച് അറിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. എനിക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെയും മറ്റുള്ളവരുടെ എഴുത്തുകളിൽ കൂടി മാത്രമേ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് കണ്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിച്ചതുപോലെ എനിക്കൊരു കാര്യം പറയാൻ സാധിക്കും. ഗാന്ധിജി പറഞ്ഞതും പ്രവർത്തിച്ചതും ഒന്നായിരുന്നു. ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. ഗാന്ധിജി എന്തു പറഞ്ഞോ അത് പ്രവർത്തിച്ചു. പ്രവർത്തിക്കാൻ സാധിക്കാത്ത കാര്യം അദ്ദേഹം പറഞ്ഞുമില്ല. മുഖ്യമന്ത്രിയാണെന്ന് കരുതി ഇങ്ങനെ കള്ളം പറയരുത്. ഇത് കേട്ടാൽ ഗാന്ധിജി ചിരിക്കുമോ കരയുമോ എന്നെങ്കിലും ഒന്ന് ഓർത്തു നോക്കണമായിരുന്നു. ഇതിൽ കൂടുതലൊന്നും കേൾക്കാൻ ധൈര്യമില്ലാത്ത കാരണം ഇന്നത്തെ തിരുവാതിർവ ഇവിടെ നിർത്തുന്നു. തിരുവാതിർവയുടെ മുൻ എപ്പിസോഡുകൾ മനോരമ ന്യൂസ് .com യൂട്യൂബിലുമുണ്ട്. കാണുക. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.